സ്റ്റുഡൻസ് കാൽക്കുലസിൻ്റെ ഒരു പുതിയ ലെക്ചറിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. സോ പ്രീവിയസ് ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ലോക്കൽ മാക്സിമം ആൻഡ് ലോക്കൽ മിനിമം ഓഫ് ഫങ്ഷൻസ് ഓഫ് ടു വേരിയബിൾസ്. സോ നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്നത് ഫങ്ഷൻസ് ഓഫ് ടു വേരിയബിളിൻ്റെ കേസിൽ അതിൻ്റെ മാക്സിമവും മിനിമവും കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി അത് പാർഷ്യൽ ഡെറിവേറ്റീവ്സുമായിട്ട് അതിനെ റിലേറ്റ് ചെയ്ത് കണ്ടെത്തുക എന്നുള്ളതാണ്. And in the previous lecture, we have discussed that there's a result to obtain the local maxima and local minima in the case of functions of single variable. So local maximum, local minimum, single variable ആയിട്ടുള്ള ഫംഗ്ഷൻ്റെ കേസിൽ കണ്ടെത്താനായിട്ട് അതിൻ്റെ ഡെറിവേറ്റീവ് സീറോ ആകുന്ന പോയിൻറ്റ്സ് കണ്ടെത്തി ആ പോയിൻറ്റ്സിൽ മാത്രം ചെക്ക് ചെയ്താൽ മതി. സോ വി ആർ ആക്ച്വലി given a whole lot of points in the domain, we are actually restricting it to a fewer number of points in order to check whether or not the function has a local maximum and local minimum. നമുക്ക് ഒരുപാട് സെറ്റ് ഓഫ് പോയിൻറ്റ്സ് ഒരു ഫംഗ്ഷൻ്റെ അകത്തുണ്ടെങ്കിലും അതിൻ്റെ ഡെറിവേറ്റീവ് സീറോ ആകുന്ന പോയിൻറ്റ്സ് വളരെ കുറച്ചേ കാണുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള പോയിൻറ്റ്സുകൾ മാത്രം ചെക്ക് ചെയ്താൽ മതി ഫംഗ്ഷൻ്റെ മാക്സിമം മിനിമം കണ്ടെത്താൻ. സോ ദിസ് ഈസ് ദി ഐഡിയ. നൗ can we do the same in the case of functions of two variables? Functions of two variable കേസിലും നമുക്ക് സിമിലർ ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ വി ഹാവ് എ റിസൾട്ട് റിഗാർഡിംഗ് ദാറ്റ് ഇറ്റ് ഈസ് കോൾഡ് ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫോർ ലോക്കൽ എക്സ്ട്രീമം വാല്യൂസ്. സോ ലെറ്റ് മീ കോഡ് ദിസ്. സോ ഈ റിസൾട്ട് നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഇൻ ദ കേസ് ഓഫ് ഫങ്ഷൻസ് ഓഫ് സിംഗിൾ വേരിയബിളിൻ്റെ കേസിൽ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ ഫുൾ ഡെറിവേറ്റീവിന് പകരം പാർഷ്യൽ ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്യുന്നുള്ളത് വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോ ദ റിസൾട്ട് ഈസ് ഇഫ് എഫ് ഓഫ് എക്സ് വൈ ഹാസ് എ ലോക്കൽ മാക്സിമം ഓർ ലോക്കൽ മിനിമം വാല്യൂ അറ്റ് ആൻ ഇൻറ്റീരിയർ പോയിന്റ് എ ബി ഓഫ് ഇറ്റ്സ് ഡൊമൈൻ and if the partial derivative exists there, then fxab and fyab should be equal to 0. So the idea is f എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡൊമൈൻ്റെ ഒരു റീജിയൻ ആർ എന്ന് പറയുന്ന ഒരു റീജിയൻ്റെ അകത്താണ് ഡിഫൈൻ ചെയ്യുന്നത്. സോ വിച്ച് ഷുഡ് ബി ഇൻ എക്സ് വൈ പ്ലെയിൻ. ആ എഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷന് എ ബി എന്ന് പറയുന്ന ഇൻറ്റീരിയർ പോയിന്റിൽ എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലുള്ള ഡൊമൈൻ്റെ ഉള്ളിലുള്ള ഏതോ ഒരു പോയിൻറ്റ്സിൽ ലോക്കൽ മാക്സിമമോ ലോക്കൽ മിനിമമോ ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് അതായത് എഫ് എക്സ് ഡോ എഫ് ബൈ ഡോ എക്സ് അറ്റ് ദ പോയിൻറ്റ് എ ബിയും ഡോ എഫ് ബൈ ഡോ വൈ അറ്റ് ദ പോയിൻറ്റ് എ ബിയും സീറോ ആയിരിക്കണം. ഓക്കെ. സോ ഒരു ഫംഗ്ഷന് പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നു. ആ പാർഷ്യൽ ഡെറിവേറ്റീവ് സീറോ ആണ് രണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ്സും. അങ്ങനെ രണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവും സീറോ ആകുന്ന പോയിൻറ്റ്സിൽ മാത്രമേ ഇൻറ്റീരിയർ പോയിൻറ്റ്സിൽ മാത്രമേ ലോക്കൽ മാക്സിമവും ലോക്കൽ മിനിമവും എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത് നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഇൻ ദ കേസ് ഓഫ് ഫങ്ഷൻസ് ഓഫ് സിംഗിൾ വേരിയബിൾ അതേ റിസൾട്ട് തന്നെ പാർഷ്യലി സെക്കൻഡ് ടു വേരിയബിളിൻ്റെ കേസിൽ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതേ റിസൾട്ട് തന്നെയാണ്. സോ ഇതിൻ്റെ പ്രൂഫും ഇത് പ്രൂവ് ചെയ്യുന്നതും അതുപോലെ തന്നെയായിരിക്കും. നമ്മളിതിനെ ടു വേരിയബിൾ ആയിട്ടുള്ളൊരു ഫംഗ്ഷനെ നമ്മൾ സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻ്റെ ടേംസിലാക്കിയിട്ടായിരിക്കും നമ്മളിതിൻ്റെ റിസൾട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സോ അപ്പോൾ റിമെമ്പർ ചെയ്യേണ്ടത് ഇതിന് സിമിലറായിട്ട് ഒരു റിസൾട്ട് നമുക്ക് ഫങ്ഷൻസ് ഓഫ് സിംഗിൾ വേരിയബിളിൻ്റെ കേസിലുണ്ട്. അതായത് ഇഫ് എഫ് എക്സ് ഹാസ് എ ലോക്കൽ മാക്സിമം ആൻഡ് ലോക്കൽ മിനിമം അറ്റ് ആൻ ഇൻറ്റീരിയർ പോയിൻറ്റ് എ. അതായത് എഫ് എക്സ് വൈ ഇല്ല, എഫ് എക്സ് എന്ന് പറയുന്ന സിംഗിൾ വേരിയബിൾ ഫംഗ്ഷന് ഏതെങ്കിലും എ എന്ന് പറയുന്ന പോയിന്റിൽ ലോക്കൽ മാക്സിമോ ലോക്കൽ മിനിമോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് ഡോ എഫ് ബൈ ഡോ എക്സ് അല്ല, അതിൻ്റെ ഡെറിവേറ്റീവ് ഡി എഫ് ബൈ ഡി എക്സ് അറ്റ് എ ഷുഡ് ബി ഈക്വൽ ടു 0. അതേ റിസൾട്ടിന് ടു വേരിയബിളിൻ്റെ കേസിലുള്ള ചെറിയ എക്സ്റ്റൻഷൻസ് മാത്രമാണ്. സോ നമ്മളിത് പ്രൂവ് ചെയ്യുന്നത് സിംഗിൾ വേരിയബിളിൻ്റെ കേസിലുള്ള ഫംഗ്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത റിസൾട്ട് വെച്ചിട്ടായിരിക്കും ഇത് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ. സോ ലെറ്റ് us prove this theorem. So the proof let the function f of xy has a local maximum
value at an interior point AB. എഫ് ഓഫ് എക്സ് വൈ എന്നുള്ളൊരു ഫംഗ്ഷന് എ ബി എന്ന് പറഞ്ഞ പോയിന്റ് ലോക്കൽ മാക്സിമം ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക. ലോക്കൽ മിനിമത്തിൻ്റെ കേസിലും ഇത് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഡൊമൈൻ, ആർ എന്ന് പറഞ്ഞ ഡൊമൈൻ. അതിൻ്റെ അകത്ത് ഏതൊരു പോയിൻ്റാണ് എ ബി എന്ന് പറഞ്ഞ പോയിൻ്റ് ഇതാണ്. ഓക്കെ, സോ നമുക്കതിൽ നിന്ന് കൃത്യമായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായി എക്സ് ഈസ് ഈക്വൽ ടു എ is an interior point of the domain. It's an interior point of the domain of the curve Z is equal to f of xb, where the plane y is equal to b cuts the surface Z is equal to f of xy. അതായത് നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഫങ്ഷൻസ് ഈസ് ഓഫ് ടു വേരിയബിൾ. അപ്പോൾ ടു വേരിയബിൾ ആയിട്ടുള്ളൊരു ഫംഗ്ഷനെ നമ്മൾ സിംഗിൾ വേരിയബിളിൻ്റെ ടേംസിലോട്ട് മാറ്റിയിട്ടാണ് നമ്മളിത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിനായിട്ട് നമ്മൾ ഇതിൻ്റെ കർവ് നമ്മൾ ചുമ്മാ ഒന്ന് കൺസിഡർ ചെയ്യുന്നു. ഇതാണ് നമ്മളിതിൻ്റെ ഡൊമൈൻ. ഓക്കെ, എക്സ് വൈ പ്ലെയിനിൽ ഇതിൻ്റെ ഇടയ്ക്കത്തെ പോയിൻ്റാണ് എ ബി. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതാണ് നമ്മുടെ കർവ് എന്ന് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മുടെ കർവ്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫംഗ്ഷന് ഇതാണ് എഫ് ഓഫ് എ ബി എന്ന് സങ്കല്പിക്കുക. മാക്സിമം ഈ പോയിന്റിലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഇവിടെ നമ്മൾ y is equal to b എന്ന് പറയുന്ന ഒരു ഭാഗം കൺസിഡർ ചെയ്യുന്നു. So this is actually x-axis എന്ന് കൺസിഡർ ചെയ്യുക. ദിസ് ഈസ് ആക്ച്വലി y-axis. സോ y is equal to b എന്നുള്ള ഭാഗം ഇതാണ് എന്ന് സങ്കല്പിക്കുക. സോ ഇതാണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈൻ y is equal to b. സോ ഈ ലൈന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഫംഗ്ഷൻ ഒരു കർവ് ഉണ്ട്. ഓക്കെ, ആ കർവാണിത്. ഓക്കെ, സോ ദിസ് ഈസ് ദ കർവ് അസോസിയേറ്റഡ് വിത്ത് ദിസ് ലൈൻ y is equal to b. അപ്പോൾ ഈ ലൈൻ്റെ അകത്തെ ഇതൊരു റിയൽ ലൈൻ സെഗ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഇൻ്റർവെല്ലാണ്. ഓക്കെ, ആ ലൈൻ സെഗ്മെൻറ്റിൻ്റെ അകത്തെ ഒരു പോയിൻ്റാണ് എക്സ് ഈസ് ഈക്വൽ ടു എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എക്സ് മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ, വൈ എപ്പോഴും ഫിക്സ്ഡ് ആണ്. ഓക്കെ, എക്സിൻ്റെ വാല്യൂ മാറി മാറി വരും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു കർവ് ഉണ്ട്. ആ കർവ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഈ ലൈന് കറസ്പോണ്ടിങ് ആയിട്ടാണ് കർവ് ഉള്ളത്. അപ്പോൾ ആ കർവിൻ്റെ അകത്ത് എക്സ് മാത്രമേ മാറത്തുള്ളൂ, എപ്പോഴും വൈ ഫിക്സ്ഡ് ആണ്. സോ ഈ കർവ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ബി എന്ന് പറയുന്നതാണ് ഈ കർവ്. കാരണം ഈ ലൈന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കർവാണ്. ഈ ലൈൻ്റെ കേസിൽ y is equal to എപ്പോഴും b ആണ്. ഓക്കെ, സോ ഈ ലൈൻ ഈ കർവ് കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്തെ ഒരു ഇൻറ്റീരിയർ പോയിൻ്റാണ് എ എന്ന് പറഞ്ഞ പോയിന്റ്. കാരണം ഈ കർവ് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ലൈന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു കർവാണിത്. ഈ ലൈൻ്റെ അകത്തെ ഒരു പോയിൻ്റാണ്. ഇതിൻ്റെ അകത്ത് എക്സ് മാത്രമേ ചേഞ്ച് ചെയ്യത്തുള്ളൂ. ഇതിൻ്റെ അകത്തെ ഒരു പോയിൻ്റാണ് എ ബി എന്ന് പറഞ്ഞ പോയിന്റ്. സോ വിച്ച് മീൻസ് ഈ പോയിന്റിൽ എക്സ് ഈസ് ഈക്വൽ ടു എ ആയിരിക്കും. ഇതിന് മുമ്പത്തെ പോയിന്റിൽ എക്സ് ഈസ് ഈക്വൽ ടു എ അല്ല, അതിനെക്കാട്ടിലും ചെറുതായിരിക്കും. ഇതിൻ്റെ ഈ നെക്സ്റ്റ് പോയിന്റ്സിൽ എക്സ് ഈസ് ഈക്വൽ ടു എയെക്കാട്ടിലും വലുതായിരിക്കും. സോ ഈ പോയിന്റ് എന്ന് പറയുന്നത് എക്സ് ഈസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞ പോയിന്റ് ഈ ലൈനിൻ്റെ അകത്തെ ഇൻറ്റീരിയർ പോയിന്റ്സ് ആയിരിക്കും. അല്ലെങ്കിൽ ഈ കർവിൻ്റെ ഡൊമൈൻ്റെ അകത്തെ ഒരു ഇൻറ്റീരിയർ പോയിന്റ് ആയിരിക്കും എക്സ് ഈസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞ പോയിന്റ്. സോ നമ്മളിവിടെ നമ്മൾ ചെയ്തത് ഇവിടെ ടു വേരിയബിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിരുന്നു, അതിനെ നമ്മൾ സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻ്റെ ടേംസിലാക്കി നമ്മൾ മാറ്റി. ഓക്കെ, ഇതാണ് നമുക്കിവിടെ ആദ്യത്തെ ഒബ്സർവേഷൻ. സോ എക്സ് ഈസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞ പോയിന്റ് നമ്മുടെ ഫംഗ്ഷൻ്റെ അകത്തെ ഇൻറ്റീരിയർ പോയിന്റ് ആണ്. അതായത് എഫ് ഓഫ് എക്സ് ബി എന്ന് പറയുന്ന സിംഗിൾ വേരിയബിൾ കർവിൻ്റെ ഇൻറ്റീരിയർ പോയിന്റ് ആണ്. ആ കർവാണ് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് തിങ് ഈസ്, നമുക്കറിയാം ഈ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്.
സോ വിത്ത് റെസ്പെക്ട് ടു എക്സിലും അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും, വിത്ത് റെസ്പെക്ട് ടു വൈയിലും അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. തന്നിട്ടുണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ക്ലിയർലി ദ ഫംഗ്ഷൻ z is equal to f of xb is differentiable at x is equal to a. കാരണം തന്നിട്ടുണ്ട് ഇതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എല്ലാ പോയിൻറ്റ്സിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് തന്നിട്ടുണ്ട്. സോ ഞാൻ ഇസ് ഈക്വൽ ടു ബി എന്ന പോയിന്റ് ഫിക്സ് ചെയ്യുമ്പോൾ ഉള്ള എഫ് ഓഫ് എക്സ് ബി എന്ന് പറയുന്നത് ഇപ്പോൾ സിംഗിൾ വേരിയബിൾ എക്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ് തന്നെയാണ്. അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. സോ എക്സ് ഈസ് ഈക്വൽ ടു എ എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്യുന്നത് ആക്ച്വലി ഇത് 2 വേരിയബിൾ ഉള്ള ഫംഗ്ഷൻ്റെ കേസിൽ ഒരു വേരിയബിൾ കോൺസ്റ്റൻ്റ് ആക്കുകയാണ്. അപ്പോൾ എക്സ് മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഇത് സിംഗിൾ വേരിയബിൾ ഫംഗ്ഷനാണ്. സോ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവ് തന്നെയാണ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ. അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ഓൾറെഡി തിയറത്തിനകത്ത് തന്നിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ലോക്കൽ മാക്സിമം അറ്റ് ദ പോയിന്റ് എ ബി ആണ്. എ ബി എന്ന് പറയുന്ന പോയിന്റിലാണ് ഈ ഫംഗ്ഷന് മാക്സിമം ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കർവ് എടുത്താൽ ഈ കർവിൻ്റെയും മാക്സിമം എഫ് ഓഫ് എ ബി എന്ന് പറയുന്ന പോയിന്റിലായിരിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് തിങ് ഈസ് ദ കർവ് എഫ് ഓഫ് എക്സ് ബി z is equal to f of xb has a local maximum at x is equal to a. ഓക്കെ, കാരണം നമ്മൾ തന്നിട്ടുണ്ട് എഫ് ഓഫ് എ ബി എന്ന് പറയുന്നതാണ് ഫംഗ്ഷൻ്റെ ലോക്കൽ മാക്സിമം എന്ന് തന്നിട്ടുണ്ട്. സോ ഞാൻ ഇവിടെ ബി ഫിക്സ് ചെയ്തിട്ടുണ്ട്. സോ എ എന്ന് പറയുന്ന പോയിന്റിലായിരിക്കും ഇതിൻ്റെ മാക്സിമം എന്ന് പറയുന്നത്. അതാണ് എക്സ് ഈസ് ഈക്വൽ ടു എ എന്ന് പറയുന്ന പോയിന്റിലായിരിക്കും എഫ് ഓഫ് എക്സ് ബി എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെയും ലോക്കൽ മാക്സിമം. ഓക്കെ, അപ്പോൾ അത്രയായി. ഇനി നമുക്ക് ഉള്ളത് നമ്മൾ ഇപ്പോൾ ഇത് സിംഗിൾ വേരിയബിൾ ഫംഗ്ഷനാണ്. എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ബി. ഇവിടെ വൈ ഫിക്സ്ഡ് ആണ്, എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ്. ഇതിൻ്റെ ലോക്കൽ മാക്സിമം അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു എ ആണ്. എ എന്ത് പോയിന്റുമാണ്? ഇൻറ്റീജർ പോയിന്റുമാണ്. സോ നമുക്ക് പ്രീവിയസ് റിസൾട്ട് വെച്ചിട്ട് പറയാം, ഫങ്ഷൻസ് ഓഫ് സിംഗിൾ വേരിയബിളിൻ്റെ കേസ് വെച്ച് പറയാം. സോ ക്ലിയർലി ദറ്റ് വാല്യൂ ഓഫ് ദ ഡെറിവേറ്റീവ് the value of the derivative of z is equal to f of xb at x is equal to a is equal to 0 ആണ്. കാരണം എ എന്നുള്ളത് ഒരു ഇൻറ്റീജർ പോയിന്റ് ആണ്. എഫ് ഓഫ് എക്സ് ബി എന്ന് പറയുന്നത് സിംഗിൾ വേരിയബിൾ ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷൻ്റെ ലോക്കൽ മാക്സിമം എ എന്ന് പറയുന്ന പോയിന്റിലാണ്. സോ നമ്മൾ പ്രീവിയസ്ലി പഠിച്ച സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് വെച്ചിട്ട് ആ ഫംഗ്ഷൻ്റെ ലോക്കൽ മാക്സിമം എക്സിസ്റ്റ് ചെയ്യുന്ന പോയിന്റിൽ ഡെറിവേറ്റീവ് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ വി ഹാവ് സക്സസ്ഫുള്ളി എസ്റ്റാബ്ലിഷ് ദാറ്റ്. സോ ഇത് വെച്ചിട്ട് ഇതിൻ്റെ ഡെറിവേറ്റീവ് അറ്റ് എ എന്ന് പറയുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവ് തന്നെയാണ്. കാരണം ഇവിടെ വൈ ഫിക്സ്ഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്. സോ അതിൻ്റെ ഡെറിവേറ്റീവ് ആണ് എടുക്കുന്നത്. സോ അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. സോ വിച്ച് മീൻസ് ക്ലിയർലി എഫ് എക്സ് of AB should be equal to 0. This was the first thing which we have to establish. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടിയിരുന്നത്. ഓക്കെ, സിമിലർലി നമുക്ക് അടുത്ത കേസും കൺസിഡർ ചെയ്യാം. അടുത്ത കേസ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നമ്മൾ y is equal to b എന്ന് പറയുന്ന ഒരു ഫിക്സഡ് ലൈൻ ആയിരുന്നു എടുത്തത്. അടുത്ത കേസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ വി ആർ കൺസിഡറിങ് ദ ലൈൻ x is equal to a എന്ന് പറഞ്ഞ ലൈൻ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, സോ ഇതാണ് x is equal to a എന്ന് പറഞ്ഞ ലൈൻ ഇതാണ്. ഓക്കെ, സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു കർവ് ഉണ്ട്. ഇവിടെ നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് x is equal to a എന്ന് പറഞ്ഞ ലൈന് കറസ്പോണ്ടിങ് ആയിട്ട് വി ഹാവ് എ കർവ്. ഓക്കെ, ദാറ്റ് കർവ് ഈസ് ദിസ്. ഇങ്ങനൊരു കർവ് നമുക്ക് ഉണ്ട്. ആ കർവാണ് ആക്ച്വലി എന്ത്? എഫ് ഓഫ് ഇവിടെ എക്സ് ഈസ് ഈക്വൽ ടു എ ആണ്. എഫ് ഓഫ് എ വൈ എന്ന് പറയുന്നൊരു കർവ് ഉണ്ട്, ഇസഡ് ഈസ് ഈക്വൽ ടു. ഓക്കെ, സിമിലർലി അപ്പം ഇങ്ങനൊരു കർവ് ഉണ്ട്. ആ കർവിനെ കുറിച്ച് നമുക്ക് ഇതുപോലെ തന്നെ ചില ഒബ്സർവേഷൻസ് നടത്താം. ഒന്നാമത്തെ ഒബ്സർവേഷൻ, ഇസഡ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ്
എ വൈ എന്ന് പറഞ്ഞൊരു കേർവ് സിംഗിൾ വേരിയബിൾ കേർവാണ്. ഇതിൻ്റെ അകത്തെ ഒരു ഇൻറ്റീരിയർ പോയിന്റ് ആണ് y is equal to b എന്ന് പറയുന്ന പോയിന്റ്. കാരണം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു ലൈനാണ്. x is equal to a എന്ന് പറയുന്ന ഒരു ലൈൻ കൺസിഡർ ചെയ്യുന്നു. ആ ലൈനിൻ്റെ ഉള്ളിലെ പോയിന്റ്സ് ഈ ലൈൻ കൺസിഡർ ചെയ്യുന്നു. ഈ ലൈനിൻ്റെ ഈ പോയിന്റിലാണ് ഈ ലൈൻ ഇവിടെ ചേഞ്ച് ചെയ്യുന്നത് വൈയുടെ വാല്യൂ മാത്രമേ ചേഞ്ച് ചെയ്യത്തുള്ളൂ. എക്സിൻ്റെ വാല്യൂ എപ്പോഴും എ തന്നെയാണ്. സോ ഇവിടെ വൈയുടെ ചേഞ്ച് ചെയ്യുമ്പോൾ വൈ ഈ പോയിന്റിലാണ് y is equal to b ആവുന്നത്. അത് അതിൻ്റെ ഉള്ളിലെ പോയിന്റ്സ് ആണ്, അതായത് ഈ ലൈനിൻ്റെ ഇടയ്ക്കുള്ള പോയിന്റ്സ് ആണ്. അങ്ങനെയുള്ള പോയിന്റ്സ് ആണ് ഇൻറ്റീരിയർ പോയിന്റ്സ് എന്ന് പറയുന്നത്. സോ z is equal to f of a y എന്ന് കൺസിഡർ ചെയ്താൽ ആ f of a y എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഇൻറ്റീരിയർ പോയിന്റ് ആണ് y is equal to b എന്ന് പറയുന്ന പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് f of a y എന്ന് പറയുന്ന ഫംഗ്ഷൻ which is equal to z is differentiable. കാരണം ഇതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അറ്റ് y is equal to b. y is equal to b എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ്. കാരണം ഇതിൻ്റെ എല്ലാ പോയിന്റ്സിലും പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തേത് z is equal to f of a y has a local maximum അറ്റ് y is equal to b. കാരണം f of a b ആണ് അതിൻ്റെ ലോക്കൽ മാക്സിമം എന്ന് തന്നിട്ടുണ്ട്. സോ ഇവിടെ എഫ് ഓഫ് എ വൈ എന്ന് പറയുന്ന സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻ കൺസിഡർ ചെയ്താൽ ഇവിടെ വൈയിൽ മാത്രമുള്ള ഫംഗ്ഷനാണ്. അതിൻ്റെ മാക്സിമം എക്സിസ്റ്റ് ചെയ്യുന്നത് y is equal to b എന്ന് പറഞ്ഞ പോയിന്റിലായിരിക്കും. അപ്പോൾ എഫ് ഓഫ് എ ബി എന്ന് പറയുന്ന പോയിന്റിലായിരിക്കും അതിൻ്റെ മാക്സിമം ഉള്ളത്. അപ്പോൾ ഇത് സിംഗിൾ വേരിയബിൾ ഫംഗ്ഷനാണ്. ഇത് ഡിഫറൻഷ്യബിൾ ആണ് y is equal to b അകത്ത്. അതിൻ്റെ ബി എന്ന് പറയുന്ന പോയിന്റ് അതിൻ്റെ ഇൻറ്റീരിയർ പോയിന്റ് ആണ്. അതിൻ്റെ അകത്ത് ലോക്കൽ മാക്സിമം ഉണ്ട്. സോ പ്രീവിയസ് തിയറം വെച്ചിട്ട് ഒരു സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻ്റെ ലോക്കൽ മാക്സിമം ഇൻറ്റീരിയർ പോയിന്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കണം. സോ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y കീപ്പിംഗ് x ആസ് എ കോൺസ്റ്റന്റ്. സോ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് സോ ക്ലിയർലി ഡെറിവേറ്റീവ് ഓഫ് z is equal to f of a y at y is equal to b is 0. ആ തിയറം വെച്ചിട്ട് സോ ക്ലിയർലി ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എഫ് ഐ ഓഫ് എ ബി ആയിരിക്കും. സോ ക്ലിയർലി എഫ് ഐ ഓഫ് എ ബിയും 0 ആണ്. സോ ലോക്കൽ മാക്സിമം ഉണ്ടെങ്കിൽ എഫ് എക്സ് ഓഫ് എ ബിയും എഫ് ഐ ഓഫ് എ ബിയും 0 ആയിരിക്കും. സിമിലർലി ലോക്കൽ മിനിമത്തിൻ്റെ കേസും നമുക്ക് ഇതുപോലെ തന്നെ പറയാൻ പറ്റും. മാക്സിമത്തിന് പകരം മിനിമം എന്ന് മാത്രം കോട്ട് ചെയ്താൽ മതി, വേറൊരു വ്യത്യാസവും ഇല്ല. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്തത് പ്രീവിയസ്ലി യൂസ് ചെയ്ത തിയറം ഇതാണ്. രണ്ടെണ്ണത്തിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്തത് ലെറ്റ് f be a function defined on some I which is a subset of R. F has an extremum. ഇത് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണെന്നൂടെ കൺസിഡർ ചെയ്യാം. എക്സ്ട്രീമം at an interior point x is equal to a, then f dash of a should be equal to 0. എഫ് ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണ് ഓൺ സം ഇൻ്റർവൽ ഐ. അതിൻ്റെ എക്സ് ഈസ് ഈക്വൽ ടു എന്ന പോയിന്റിൽ അതിൻ്റെ മാക്സിമം എക്സ്ട്രീമോ എന്ന് വെച്ചാൽ മാക്സിമം അല്ലെങ്കിൽ മിനിമം ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കണം. സോ നമ്മളിവിടെ 2 വേരിയബിൾ ഫംഗ്ഷൻ്റെ കേസ് ഇത് തന്നെയാണ് ചെയ്തത്. നമ്മൾ 2 വേരിയബിൾ ആയിട്ടുള്ള ഫംഗ്ഷനെ നമ്മൾ സിംഗിൾ വേരിയബിൾ ഫംഗ്ഷനെ കേസിലോട്ട് മാറ്റി അതിനുവേണ്ടി എക്സ് ഈസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞ ലൈനും വൈ ഈസ് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞ ലൈനും സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും എഫ് എക്സ് ഓഫ് എ ബിയും എഫ് ഐ ഓഫ് എ ബിയും 0 ആണ്. സോ ക്ലിയർലി നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തത് ഒരു 2 വേരിയബിൾ ഫംഗ്ഷൻ്റെ മാക്സിമം മിനിമം എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് 0 ആകുന്ന പോയിന്റ്സിൽ മാത്രമേ മാക്സിമം മിനിമം എക്സിസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളൂ. അങ്ങനെയുള്ള ഇൻറ്റീരിയർ പോയിന്റ്സിൽ മാത്രമേ മാക്സിമം മിനിമം എക്സിസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ, സോ ദിസ് ഈസ് ദ തിങ് റിഗാർഡിംഗ് the first derivative test of extremas relating to 2 variable functions.